ഏഷ്യ കപ്പ് ആരംഭിക്കാൻ ഇനി അധിക സമയമില്ല. ആരാധകരുടെ കാത്തിരിപ്പിന് വളരെ വേഗം അവസാനിക്കാൻ പോവുകയാണ്. ACC ടൂർണമെന്റിന്റെ ഷെഡ്യൂളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൂർണമെന്റ് സെപ്റ്റംബർ 9 മുതലാണ് ആരംഭിക്കുന്നത്. അതിന്റെ അവസാന മത്സരം സെപ്റ്റംബർ 28 നടക്കുന്നത്. എന്നാൽ അതിനിടയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിനായി ഇന്ത്യൻ ടീം ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഈ പ്ലേയിങ് 11 പാകിസ്ഥാനെതിരെ ടീമിനെ വിജയിപ്പിക്കാൻ കഴിയുന്ന 4 പ്രിയപ്പെട്ട താരങ്ങളെ ഗൗതം ഗംഭീർ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 14 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുക. ഏഷ്യ കപ്പിനുള്ള കൗണ്ട് ഡൗൺ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ടൂർണമെന്റിന്റെ ഷെഡ്യൂളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്നത് സെപ്റ്റംബർ 14 നടക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന മത്സരങ്ങളാണ്. ആരാധകർ ഈ മികച്ച മത്സരത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ലോകമെമ്പാടും വളരെയധികം ആസ്വദിക്കപ്പെടുന്ന ഒരു മത്സരം തന്നെയാണ്. ഈ മത്സരം ജയിക്കാൻ ഇരു ടീമുകളും പരമാവധി ശ്രമിക്കും. ഇതിനായി ഇരു ടീമുകളും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുപ്രധാന മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം ഉറപ്പിക്കാൻ കോച്ച് ഗൗതം ഗംഭീർ തീർച്ചയായിട്ടും ഒരു വലിയ നീക്കം തന്നെയാണ് നടത്താൻ പോകുന്നത്. ഈ മത്സരത്തിലെ പ്ലേയിങ് 11 4 പ്രിയപ്പെട്ട കളിക്കാർക്ക് സ്ഥാനം നൽകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഗൗതം ഗംഭീറിന്റെ പ്രിയപ്പെട്ട 4 കളിക്കാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവർ മറ്റാരുമല്ല, ഒന്ന് ഹർദിക് പാണ്ഡ്യയാണ്, രണ്ടാമത്തേത് അക്ഷർ പട്ടേൽ, മൂന്നാമത്തേത് ഹർഷിത് റാണ, നാലാമത്തേത് വരുൺ ചക്രവർത്തി. ഈ 4 താരങ്ങളാണ് അവർ. പാകിസ്ഥാനെതിരായ വലിയ മത്സരത്തിൽ ഗംഭീർ തീർച്ചയായിട്ടും ഈ കളിക്കാർക്ക് പ്ലേയിങ് 11 അവസരം നൽകും. ഏത് സാഹചര്യത്തിലും ടീമിനെ വിജയത്തിന്റെ പടിവാതിൽക്കൽ എത്തിക്കാൻ ഈ 4 താരങ്ങൾക്കും കഴിയും. കഴിഞ്ഞ വർഷത്തെ 2020 ലോകകപ്പിൽ ഹർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലും ഇത് തെളിയിച്ചിട്ടുണ്ട്. ഹർഷിത്തിനെയും വരുണിനെയും സംബന്ധിച്ചിടത്തോളം സമീപകാല 2020 പരമ്പരയിൽ ഹർഷിത് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലാൻഡ് പോലുള്ള ഒരു ടീമിനെതിരെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റാണ് വരുൺ ചക്രവർത്തി വീഴ്ത്തിയത്. ആ ടൂർണമെന്റിൽ വെറും 4 മത്സരത്തിൽ നിന്ന് 10 വിക്കറ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ഇന്ത്യയുടെ സാധ്യത 11 നോക്കാം. സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ, റിങ്കു സിംഗ്, ശിവൻ ദുബെ, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, രവി ബിഷ്ണോയ്, ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി. ഇങ്ങനെയായിരിക്കും ഇന്ത്യയുടെ സാധ്യത 11. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.